നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടവെക്കുന്ന ഒരു ചെറുപ്പക്കാരനായി ഖാലിദ് സാഹിബിന്റെ കാലത്ത് മരണപ്പെട്ടു പോയ എത്ര ആളുകളുണ്ട്. പക്ഷേ ഇന്നലെ ഇവിടെ ഉദ്ഘാടനം ചെയ്യുമ്പോഴും പേരോട് ഉസ്താദ് അവർകളോ ഖാലിദ് സാഹിബിനെ പറയുകയാണ്, ഞങ്ങളറിയാതെ ചിന്തിച്ചു പോയി. പടച്ചവരെ, ഈ SSFന്റെ ത്രിവർണ്ണ പതാക ഏറ്റെടുത്ത് നിന്റെ ദീനിനു വേണ്ടി സംഘടനയിൽ പ്രവർത്തിച്ചതുകൊണ്ടാണല്ലോ. ആരും പറഞ്ഞിട്ടല്ല, അറിയാതെ ലക്ഷോപലക്ഷങ്ങൾ ദുആ ചെയ്യുകയാണ്. ചൊക്ലിയിലെ ഖബർസ്ഥാനിൽ കിടക്കുന്ന ഖാലിദ് സാഹിബിന്റെ ഖബറിടം സ്വർഗത്തോപ്പാക്കണം അല്ലാഹ്. അതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ എവിടെയെല്ലാം ഉണ്ടോ, വെള്ളിമാട് കുന്നിലെ ബാദുഷയും കാരാത്തോട് അബ്ദുള്ളയും കൊടുങ്ങല്ലൂരിലെ സമീറും അടക്കമുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ അല്ലാഹ്, ആ ചെറുപ്പക്കാരൊക്കെ മുത്തുനബി തങ്ങളെ ഇഷ്ടം വെച്ച് പ്രതികൂല സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞ് അതാ കേരളത്തിലുടനീളമുള്ള മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ ക്യാമ്പസുകളിൽ റബീഉൽ അവ്വൽ വരുമ്പോ ഉലിദൽ ഹബീബു സയ്യിദുൽ മുതഅബ്ബിദു ചെല്ലാൻ പറ്റുന്ന ആയിരക്കണക്കിന് മക്കളെ ഉണ്ടാക്കിയ പ്രസ്ഥാനമാണിത്. ആലിമീങ്ങളുടെ പ്രാർത്ഥന കിട്ടിയ സംഘടനയാണിത്. ഉമ്മമാരെ, അതുകൊണ്ട് നിങ്ങൾ ഇതിന് തരുന്ന ഓരോ ചില്ലിക്കാശും ഇതിലേക്ക് പറഞ്ഞു വിടുന്ന ഓരോ മക്കളും നിങ്ങൾക്ക് നാളെ സ്വർഗത്തിലേക്കുള്ള മുൻവിരുന്നാണ്. അല്ലാഹ്, ഞങ്ങളുടെ എല്ലാം ഖൽബുകൾ ഹബീബായ തങ്ങളിലേക്ക് അടുപ്പിച്ചു തരണേ അല്ലാഹ്. ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കളിൽ ഒരാളായ വെള്ളില ഉസ്താദ് ജന്നത്തുൽ ബഖീഇൽ കിടക്കുന്നുണ്ട്. അറിയുമോ, ഞങ്ങളും ഹജ്ജിന് പോയ വർഷമായിരുന്നു അത്. പാതിരാത്രി സമയമായപ്പോ ഞങ്ങളുടെ വാഹനത്തിലേക്ക് എന്റെ ജ്യേഷ്ഠൻ മറ്റൊരു വാഹനത്തിലുണ്ട്. ഡോക്ടർ മുഹമ്മദ് കുഞ്ഞ് സഖാഫി അവിടുന്ന് വിളിച്ചു, മോനെ, നിങ്ങൾ യാത്രയൊക്കെ റാഹത്തല്ലേ? അതേ, എന്തേ എന്ന് അന്വേഷിക്കുമ്പോ ഏതോ ഒരു വണ്ടി അപകടത്തിൽ പെട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ വാഹനം മുന്നോട്ട് നീങ്ങുകയാണ്. അല്പം കഴിഞ്ഞപ്പോ റോഡിന്റെ വക്കിൽ 3 ജനാസ കിടക്കുന്നുണ്ട്. അപകടത്തിൽപ്പെട്ട വാഹനമുണ്ട്. അവിടുത്തെ നിയമപ്രകാരം ഞങ്ങൾക്കിറങ്ങാൻ വഴിയില്ല. ഞങ്ങൾക്കിറങ്ങാൻ അവിടെ നിയമമില്ല, നോക്കാൻ അവസരമില്ല. ഈ റോഡ് വക്കിൽ കിടക്കുന്നതാരാണെന്നറിയുന്നില്ല. അവസാനം മദീനയിലെ ഇത്തിഖ്ബാലുൽ ഹുജ്ജാജിൽ ചെന്നപ്പോ നാട്ടിൽ നിന്ന് ഫോണുകൾ വരികയാണ്. ഞങ്ങളുടെ വിളയിലെ ഉസ്താദിനെന്ത് പറ്റി? അവിടെയുള്ള ഞങ്ങൾ അറിയുന്നതിന് മുമ്പ് ഇവിടെയുള്ള ആയിരക്കണക്കിന് യൂണിറ്റിലെ 10,000കണക്കിന് മക്കൾ അതാ ദുആ ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട വെള്ളിലെ ഉസ്താദിന് വേണ്ടി. അവസാനം അന്ന് മഹാനവരുകളെ ജന്നത്തുൽ ബഖീഇൽ ഖബറടക്കിയപ്പോൾ ഉസ്മാനുബ്നു അഫ്ഫാൻ തങ്ങളുടെ ചാരത്ത് അധികം ദൂരമല്ലാതെയാണ് മഹാനവരുകളെ മറമാടിയത്. പ്രിയമുള്ളവരെ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ദേവരസോല ഉസ്താദ് അടക്കമുള്ള ആളുകളോട് എപ്പോഴാണ് നിങ്ങളുടെ വണ്ടി പോവുക, ഞങ്ങളുടെ വണ്ടി പോവുക എന്ന് ചോദിക്കുമ്പോ ഞാൻ പോയിട്ടേ നിങ്ങളെല്ലാവരും പോകൂ എന്ന് പറഞ്ഞിട്ട് നേരത്തെ യാത്രയായ വെള്ളിലെ ഉസ്താദ് അതാ നമ്മുടെ കൽബിൽ നിറഞ്ഞു നിൽക്കുന്നില്ലേ? അല്ലാഹ്, അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. പ്രിയമുള്ള ചെറുപ്പക്കാരെ, ഇങ്ങനെ ഒരു ദുആ കിട്ടാനാണ് SSFകാരനാവുന്നത്. ഇങ്ങനെ ഒരു പ്രാർത്ഥന കിട്ടാനാണ് നിങ്ങളുടെ മക്കളെ SSFിലേക്ക് അയക്കുന്നത്. ഹബീബായ തങ്ങളോട് മഹബത്ത് പഠിക്കാനാണ്, പഠിപ്പിക്കാനാണ്. SSF 6000
ആയിരത്തിൽ ചില്ലാനം വരുന്ന യൂണിറ്റുകളിലെ ലക്ഷക്കണക്കിന് വരുന്ന ചെറുപ്പക്കാരെ പരിചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായി ദുആ ചെയ്ത് അല്ലാഹുവിന്റെ ദീൻ അത് നമുക്ക് കഴിയുമ്പോൾ സേവനം ചെയ്ത് ഇമാമിയങ്ങൾ അവരുടെ മദ്ഹബും കൊണ്ട് ചെല്ലുമ്പോ, വസാലിമാവതങ്ങൾ അവിടുത്തെ ഇഹ്യം കൊണ്ട് ചെല്ലുമ്പോ, അവൽ ഖാസിമുർ റസാഇ തങ്ങളുടെ തദ്കിറയും കൊണ്ട് ചെല്ലുമ്പോ, ഇബ്നു ഹജർ തങ്ങളുടെ തുഹഫയും കൊണ്ട് ചെല്ലുമ്പോ, ഇബ്നു തൈമിയ്യ തങ്ങളുടെ ഹിക്മം കൊണ്ട് ചെല്ലുമ്പോൾ നമ്മുടെ കയ്യിലുള്ളത് എസ്എസ്എഫിന്റെ പതാകയാണ്.